ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നല്ല ബിസി ആയിരുന്നു. ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷനാണ്. ഈ 15-ാം തീയതി നാട്ടിൽ പോവാം. ഏകദേശം ഒരു 30-36 ദിവസം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോസൊക്കെ നാട്ടിലത്തെ ആയിരിക്കും. കുറച്ച് അങ്ങനെ നാട്ടിലെത്തി. പെട്ടിയൊക്കെ പൊളിച്ച് നമ്മൾ മിഠായിയൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ അല്ല, ഈ വീഡിയോ അങ്ങനെ ആയിരിക്കും. ഇത് അൺബോക്സിങ്, പിന്നെ ഇന്നത്തെ കുറച്ച് പരിപാടികളുണ്ട്, അതായിരിക്കും. അപ്പോൾ ഈ 3 സാധനമാണ് നമ്മൾ മെയിനായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് പിന്നെ ക്ലിയറായിട്ട് കാണാം. ഇതൊരു RC കാറാണ്. ഇത് ടിമു ആപ്ലിക്കേഷൻ മേടിച്ചാൽ ദുബായിൽ വെച്ചിട്ട് ടിമുവിൽ മേടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചൊരു RC കാറാണ്. ഇത് 2 വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് ഞാൻ ഡയറക്റ്റ് എൻ്റെ ബോക്സ് ഞാൻ ലഗേജ് കൊണ്ടുവന്നതിൽ എൻ്റെ ട്രോളി ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന RC കാറാണ്. ഈ ഒരു സംഭവം ഞാൻ ഡയറക്റ്റ് കാർഗോയിൽ, അതായത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വന്നതിൽ നമുക്ക് 30 കിലോ പറ്റുമല്ലോ. അപ്പോൾ ഒരെണ്ണം ട്രോളി ബാഗും ഒരെണ്ണം ഈ സാധനം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടാഗ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. പിന്നെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ടിരണം. വണ്ടി വർക്ക്ഷോപ്പിലുണ്ട്. ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോയിട്ട് വരാം, അതായിരിക്കും. നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല, അതാണ് നേരത്തെ തന്നെ എത്തിപ്പോയി. വണ്ടി കാണിച്ചില്ല. വണ്ടിയാ മാറ്റത്ത് കിടക്കുന്ന ആ സിൽവർ കളർ ഓൾട്ടോ. തുറന്നിട്ട് നമുക്ക് വണ്ടി കാണാം. ഗ്ലാമറായിട്ടാണ്, പക്ഷേ ഫ്രണ്ട് ബാക്ക് പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഷേപ്പ് മാറി. എനിക്ക് പഴയ ഷേപ്പ് തന്നെ ഇഷ്ടം, പക്ഷെ അതൊരു സങ്കടമുള്ള ഫേസ് പോലെയാണ്. ഇത് കുറച്ച് ഹാപ്പി ഫേസ് ആണ്. ആ, അങ്ങനെ വണ്ടി കിട്ടി. ഇപ്പൊ അതൊക്കെ വീട്ടിലേക്ക് പോവാം. അടിപൊളി ആണല്ലോ തുടക്കം തന്നെ. ചെറിയ മിസ്സിങ് ഉണ്ടല്ലോ. ഒന്നും കൂടി റൗണ്ട് അടിച്ച് വർക്ക്ഷോപ്പിൽ പോയിട്ട് വരാം. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് തിരിച്ചെത്തി. അത് സംഭവം എന്താ വെച്ചാല് ഫുള്ള് ഈ ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പൊ ആ സമയത്ത് ഇഗ്നൈറ്ററിന്റെ കേബിൾ വരുന്നുണ്ട്. ഇഗ്നൈറ്ററിന്റെ കേബിൾ സെറ്റ് വരുന്നുണ്ട്, 4 പീസ് കേബിൾ. അപ്പോൾ ഒരു കേബിൾ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രശ്നം വരണ്ട വെച്ചിട്ട് ആ ഫുൾ സെറ്റാ മാറി. അത് കോമഡി ചെയ്തായി. ആ പുതിയ സെറ്റ് ഒരെണ്ണം കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ അതിന്റെ കേസിൽ അത് കാരണം ഇപ്പോൾ മിസ്സിങ് വന്ന് തിരിച്ചു പോയി പഴയ കേബിൾ സെറ്റ് തന്നെ എടുത്തിട്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പഴയ വണ്ടികളൊക്കെ, പ്രത്യേകിച്ച് മാരുതി പഴയ ഓൾട്ടോ ഒക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പണിയും ചെയ്തില്ലെങ്കിലോ ഒരു കുഴപ്പമില്ലാണ്ടോ. നമ്മളിപ്പോൾ ചെറിയ കാര്യത്തിന് അഴിച്ചു നോക്കി, എല്ലാം ഒന്ന് പക്കല്ലേ നോക്കാൻ വേണ്ടി അഴിച്ചു നോക്കി കഴിഞ്ഞാൽ പോയി. ഇതിപ്പോ ഏകദേശം 1,18,000 കിലോമീറ്റർ വണ്ടി. 1,18,000 കിലോമീറ്റർ കഴിഞ്ഞു. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മള് പ്രോപ്പറായിട്ട് ഓയിൽ സർവീസ് ചെയ്യും. പിന്നെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ക്ലച്ചൊക്കെ മാറും, ക്ലച്ചിന്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറും. അത്രേ ഉള്ളൂ. ബ്രേക്ക് പാഡൊക്കെ നോക്കി മാറുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ആ ഒരു ഓടിക്കോളും. പ്ലഗ് വരെ ലാസ്റ്റ് മാറിയത് എപ്പോഴും അറിയില്ല. ഇപ്പൊ അടുത്ത് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് മാറിയിട്ട് 2 ലോറികൾ ഓവർടേക്ക് ചെയ്തു. അതിന്റെ ബാക്കിൽ കൂടെ വേറെ 2 ലോറി, ഒരു ഭാരതവൻസ്, ഒരു ഈശ്വർ. അങ്ങനെ കാര്യങ്ങൾ. ഈ വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണ് എനിക്ക്. ഏകദേശം 20 കൊല്ലം പഴക്കൊണ്ട് വണ്ടി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ചെറുപ്പത്തിൽ തൊട്ട് കണ്ട് നല്ല വണ്ടിയാണ്. അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ട് വന്നു. ഇനി അടുത്ത കാര്യം വെച്ചാൽ അൺബോക്സ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരണം. ഇതൊന്ന് അൺബോക്സ് ചെയ്യാം നമുക്ക്. കാരണം ഈ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റിൽ ക്യാമറ ഫിക്സ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ എന്ന് വെച്ചാൽ ഈ DJയുടെ Action 4 ആണ്. അപ്പോൾ അതും ജസ്റ്റ് സെൽഫി സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ഹൈറ്റിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഫുൾ കാണാനുള്ള പറ്റുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സംഭവമാണ് അത്.
യുലാൻസി എന്നുള്ള സംഭവത്തിൻ്റെ ഗോ ക്വിക്ക് 2 എന്നുള്ള മോഡലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടൈപ്പ് സെൽഫി സ്റ്റിക്കാണ്. അതിൻ്റെ ടൈപ്പ് ചെയ്യുന്ന ഒരു സാധനം അത്യാവശ്യം നല്ല വലിപ്പമാണ് കേട്ടോ. അങ്ങനെ സംഭവം ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ആവണമെന്ന് നോക്കട്ടെ. ഓക്കെ, മാങ്ങ കുട്ടിക്ക് എടുക്കാറുണ്ട്, ചൂണ്ടിടാൻ പോയതുകൊണ്ട് ഇതും വെച്ചിട്ട് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. ഈ ക്യാമറ അപ്പോൾ ഈ സ്റ്റിക്കും വെച്ചിട്ടുണ്ടാ ഇത് കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത്ര വൈഡ് ആംഗിളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓൾറെഡി ഈ ക്യാമറ വൈഡ് ആംഗിളാണ്. അപ്പോൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ. ഞാൻ ഇത് മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ പാട്ട് റെക്കോർഡിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മൈക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെയിൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ക്യാമറയിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വൈഡ് ആംഗിളിൽ ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടാവും. അവിടെ ഇതൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ഈ പോർഷൻ നമ്മൾ ആദ്യം ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദൂരേണ്ട ആവശ്യം വരില്ല. ഓക്കെ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വയ്ക്കുക, ഇങ്ങനെ താഴേക്ക് പോകുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തിരിച്ച് വയ്ക്കാം. അത് താഴേക്ക് പോയില്ല, ദൂരണം തിരി കഴിഞ്ഞാൽ കണ്ടോ ഒരു ഇതായി സ്റ്റാൻഡായി. മൊബൈൽ ഫോണായാലും അത്യാവശ്യം എത്ര ഇഞ്ചാണ് തീരുമാനിച്ചു 57 ഇഞ്ച് കേട്ടോ. 57 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഉള്ളത്. അത്യാവശ്യം സെൽഫി സ്റ്റിക്കായിട്ടും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. തിരിച്ച് വയ്ക്കുക, ടൈറ്റ് ചെയ്യുക. ഈ ഒരു മൗണ്ടാട്ടോ വരുന്നതിൽ സാധാ ഗോപ്രോനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് മൗണ്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഏത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി ഇത് ഊരാനും പറ്റും. ഒരു സ്വിച്ച് നോക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിടുക. അതാണ് നമ്മുടെ പേരിൽ ക്വിക്ക് എന്നുള്ളൊരു വേർഡുള്ളത്. ഗോ ക്വിക്ക് 2 1.4 മീറ്റർ ആട്ടോ ടോട്ടൽ. 4 മീറ്റർ. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം ഒരു 1200 1300 എന്തായാലും 1500 താഴെയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെയാണ്. ഇനി ക്വാളിറ്റിയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ സംഭവം ഇതാണ്. ഇതിപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഇത് പുറത്തെവിടെയൊക്കെ പോയി അൺബോക്സ് ചെയ്തിട്ട് സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതിൽ കാണാം. ബൈ ബൈ.